നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കോൺഗ്രസിൽ സീറ്റ് കലാപം. സ്ഥാനാർത്ഥി നിർണയത്തിൽ രണ്ട് തട്ടിലായ സുധീരനും AI ഗ്രൂപ്പുകളും തമ്മിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വാക്പോര്. ആരോപണ വിധേയരെ മാറ്റണമെന്ന നിലപാടിലുറച്ച് VM സുധീരൻ. ഇക്കാര്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയെ അറിയിക്കുമെന്നും KPCC അധ്യക്ഷൻ. അതിനിടെ സുധീരനെ തളയ്ക്കാൻ പുതിയ നീക്കവുമായി ഉമ്മൻചാണ്ടി. തനിക്കെതിരെയും ആരോപണങ്ങളുണ്ട്. കൂടുതൽ തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെങ്കിൽ താനും മാറി നിൽക്കാമെന്ന് ഉമ്മൻചാണ്ടി. തർക്കങ്ങളെ തുടർന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. മത്സര രംഗത്ത് നിന്ന് മുതിർന്ന നേതാക്കളെ മാറ്റാനുള്ള ശ്രമം ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടെന്ന് A ഗ്രൂപ്പ്. മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ അനുവദിക്കില്ല. ഇത്തരം നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും A ഗ്രൂപ്പ്. അതൃപ്തി കേന്ദ്ര നേതാക്കളെ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് തുടക്കം ഇരിക്കൂർ, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, കോന്നി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന സുധീരന്റെ പിടിവാശിയെ തുടർന്ന് തർക്ക മണ്ഡലങ്ങളിൽ ഇനി അന്തിമ തീരുമാനം വെള്ളിയാഴ്ച ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ. ഇനി മുന്നണി വിശേഷം. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാതൃകയാക്കാൻ LDF. 2 മണ്ഡലങ്ങളിലൊഴികെ 90 ഇടങ്ങളിലെ CPM സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. CPIയിൽ 2 ടീം പൂർത്തിയാക്കിയ 6 പേർക്ക് ഇളവ് അനുവദിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ. C ദിവാകരൻ ഉൾപ്പെടെ 12 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും ടിക്കറ്റ്. VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറി തൃശൂരിൽ മത്സരിക്കും. കരുനാഗപ്പള്ളി വെച്ച് മാറി ദിവാകരൻ നെടുമങ്ങാട്ട്. മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹൻ പറവൂരിലും ജനവിധി തേടും. CPIയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അതൃപ്തി അറിയിച്ച് വൈക്കം MLA K അജിത്ത്. പാർട്ടിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു. തനിക്ക് സീറ്റ് നിഷേധിച്ചതിന്റെ കാരണം നേതാക്കൾ വ്യക്തമാക്കണം. പാർട്ടി വിടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. അതിനിടെ LDFൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഗൗരിയമ്മയെ NDA മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമം. NDA സഖ്യകക്ഷിയായ JSS വിഭാഗം നേതാവ് രാജൻ ബാബു ഇത് സംബന്ധിച്ച് ഗൗരിയമ്മയുമായി അനൗപചാരിക ചർച്ചകൾ നടത്തിയതായും സൂചന. ഉത്തരവിൽ കുരുങ്ങി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ റാവത്ത് സർക്കാരിന് ബലപരീക്ഷണം. സംസ്ഥാന സർക്കാർ നിയമസഭ ചേർന്ന് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് നാളെ. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഉത്തരാഖണ്ഡിൽ സംസ്ഥാന സർക്കാരിന് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടാമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. അയോഗ്യരാക്കപ്പെട്ട 9 പേർ ഉൾപ്പെടെ മുഴുവൻ MLA-മാരും വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കോടതി നിർദ്ദേശം. വോട്ടെടുപ്പിന്റെ പൂർണ്ണ ചുമതല രജിസ്ട്രാർക്ക്. വിധി ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ ഇന്ന് അപ്പീൽ നൽകിയേക്കും. അതേസമയം വിധി അനുകൂലമെങ്കിലും അയോഗ്യരാക്കപ്പെട്ട MLA-മാർക്കും വോട്ട് ചെയ്യാമെന്ന കോടതി ഉത്തരവിനെതിരെ കോൺഗ്രസും നിയമ നടപടിക്ക്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ശേഷം സർക്കാരിന് വിശ്വാസ വോട്ട് നേടാൻ ഹൈക്കോടതി അനുമതി നൽകുന്നതിലെ നിയമപ്രശ്നം തർക്കത്തിൽ. കടൽ കടന്ന സൗഹൃദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ ബെൽജിയത്തിലെത്തിയ മോദിക്ക് ഉജ്ജ്വല സ്വീകരണം. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രസൽസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിയുടെ പ്രസംഗം. ബെൽജിയം സന്ദർശനത്തിന് ശേഷം ആണവ സുരക്ഷാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി നാളെ വാഷിംഗ്ടണിലേക്ക് തിരിക്കും. ഉച്ചകോടിയിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. തുടർന്ന് 2 ദിവസത്തെ സൗദി അറേബ്യ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങും. തീക്കളി തുടങ്ങുന്നു. 2020 ലോകകപ്പിൽ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫൈനൽ ബർത്തിനായുള്ള ആദ്യ ഏറ്റുമുട്ടൽ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും തമ്മിൽ. മത്സരം രാത്രി 7:30 ഡൽഹി ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൽ. ലോകകപ്പിലെ സൂപ്പർ 10 റൗണ്ടിൽ നിന്ന് കിവി സെമിയിലെത്തിയത് തോൽവി അറിയാതെ. ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഇംഗ്ലണ്ട് സെമി ബർത്ത് ഉറപ്പിച്ചത് തുടർച്ചയായ 3 ജയത്തോടെ. 2ാം സെമി ഫൈനലിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയയെ തകർത്തെറിഞ്ഞതിന്റെ പ്രതീക്ഷയിൽ ഇന്ത്യൻ ക്യാമ്പ്. മത്സരം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.